മാഷേ, ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. പരീക്ഷ പേപ്പറിൽ ജയ് ശ്രീറാം മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ 50% മാർക്ക് കിട്ടും. ഉത്തർപ്രദേശിലാണ് സംഭവം. കുറച്ച് വിദ്യാർത്ഥികളാണ് ഈ പേപ്പറിൽ തിരിമറി നടത്തിയിരിക്കുന്നത്. ഈ തിരിമറി നടത്തിയ വിദ്യാർത്ഥികളെ അധ്യാപകർ ജയിപ്പിച്ചു വിടുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ വീർ ബഹാദൂർ സിംഗ് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാണ് തങ്ങളുടെ പരീക്ഷ പേപ്പറിൽ ജയ് ശ്രീറാം അതുപോലെ ചില ക്രിക്കറ്റ് താരങ്ങളുടെയൊക്കെ പേരെഴുതിയത്. ചില വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചു. തുടർന്ന് വിവരാവകാശ രേഖപ്രകാരം ഈ പേപ്പറുകൾ കിട്ടുകയും തുടർന്ന് പുനർമൂല്യനിർണ്ണയത്തിന് ഈ പേപ്പർ വിധേയമാവുകയും ചെയ്തു. അതിൽ ഇവർക്ക് കിട്ടിയ മാർക്ക് 0. ഇങ്ങനെയാണ് ഈ പരാതി പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. ഏത് അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? ഈ അധ്യാപകരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു കേട്ടോ, അതും കൂടി ഞാൻ പറയാം. അല്ല, ഇത് ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ആ വാർത്ത വായിച്ചത്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. കാരണം ജയ് ശ്രീറാം എന്ന് പറയുന്നത് ഒരു മുദ്രാവാക്യമാണ്. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഭക്തവാക്യം കൂടിയായിട്ട് നമുക്കതിനെ കണക്കാക്കാം. ശ്രീ രാമൻ വിജയിക്കട്ടെ, അതാണല്ലോ നമ്മളെ മലയാളത്തിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഭക്തവചനം അല്ലെങ്കിൽ ഈ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഒരാവേശമായിട്ട് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് രാമക്ഷേത്ര നിർമ്മിതിക്ക് ശേഷമുള്ള ഘട്ടത്തിൽ. പക്ഷെ അതെങ്ങനെയാണ് പരീക്ഷാ പേപ്പറിൽ മാർക്ക് വാങ്ങാനായിട്ട് സഹായകരമായിട്ടുള്ള ഉത്തരമായി മാറുക എന്നത് ഈ വാർത്ത വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. കാരണം ഇങ്ങനെ എഴുതിയാലും അധ്യാപകർ മാർക്ക് കൊടുക്കും എന്നുള്ളതാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, താൻ പാതി ദൈവം പാതി. അപ്പോൾ ദൈവത്തിൻ്റെ 50% മാർക്കാണ് ഇപ്പോൾ ഈ അധ്യാപകർ ഈ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ പേര് മാത്രം എഴുതി വെച്ചാൽ മതി. അതുകൊണ്ടാണ് ജയ് ശ്രീറാം എന്നെഴുതിയ വിദ്യാർത്ഥിക്ക് 50% മാർക്ക് കൊടുക്കാനായിട്ട് 2 അധ്യാപകർ തയ്യാറായത്. എനിക്കൊന്ന് എന്താണ് പേര്, ഡോക്ടർ വിനയ് വർമ്മയും മനീഷ് ഗുപ്തയുമാണ്. ഒന്ന് ഡോക്ടർ വിനയ് വർമ്മയും മറ്റൊന്ന് മനീഷ് ഗുപ്തയും. ഇവരെ സസ്പെൻഡ് ചെയ്ത് വൈസ് ചാൻസലർ അതിൻ്റെ ഇടപെട്ടിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് വലിയ തോതിൽ പരാതിയാവുകയും അന്വേഷണത്തിന് വിധേയമാവുകയും അന്വേഷണത്തിൽ ഇത് വെളിവാക്കപ്പെടുകയും ചെയ്തപ്പോൾ വൈസ് ചാൻസലർക്ക് മറ്റ് ഒരു മാർഗവും ഇതിൻ്റെ അകത്ത് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സസ്പെൻഡ് ചെയ്തു. അതായത് ഫാർമസി പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഫാർമസിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മളുടെ ഔഷധങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ അതിൻ്റെ കെമിക്കൽ നെയിമുകളെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമാണ് നാളെ അവർ പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷം ഫാർമസിയിൽ അവർ ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ജോലി നിർവഹിക്കാനായിട്ട് കഴിയുള്ളൂ. എന്നുവെച്ചാൽ സ്വന്തം ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് കഴിയണമെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടാവണം. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഇത്തരത്തിൽ ഉള്ള ഒരു പഠനത്തിന് വിധേയമാക്കുന്നത്. ഞാൻ എൻ്റെ സിലബസ് എനിക്ക് തോന്നുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ് ഇതിന് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ചില കെമിസ്ട്രിയുടെ ചില ഫാർമസ്യൂട്ടിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് എൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തോട് നിർവഹിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അതിന് പകരം ഒരു സാധനവും പഠിക്കാതെ നടക്കുകയും അവസാനം പരീക്ഷ എഴുതുന്ന സമയത്ത് ജയ് ശ്രീറാം എന്ന് എഴുതി വെച്ചാൽ തനിക്ക് ജയിക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മെസ്സേജ്, അതിൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത് എത്ര അപകടകരമാണ്. കാരണം മതം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ്, വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ്. ആ വിഷയത്തെ വിദ്യാർത്ഥികളുടെ പഠനവുമായിട്ട് കൂട്ടിക്കുഴക്കാനും വിദ്യാർത്ഥികൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മാർക്ക് കൊടുക്കാനും തയ്യാറാവുന്ന അധ്യാപകർ എന്ന് പറയുന്നത് അവരുടെ തലക്കെന്തോ ബാധിച്ചിട്ടുണ്ട്. കാരണം അധ്യാപകൻ എപ്പോഴും അധ്യാപകനായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അയാൾക്ക് വേണമെങ്കിൽ BJP-കാരനാവും, കോൺഗ്രസ്സുകാരനാവും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരനാവും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ അധ്യാപകനായിട്ട് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അധ്യാപകൻ്റെ ജോലിയാണ് നിർവഹിക്കേണ്ടത്. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയെ രൂപപ്പെടുത്തിയ ഒരു മനുഷ്യനാക്കി മാറ്റുന്നതായിട്ടുള്ള വലിയൊരു പ്രതിഭാശാലിയാണ് യഥാർത്ഥത്തിൽ. ആ അധ്യാപകനാണ് ഇവിടെ വെറുതെ ജയ് ശ്രീറാം എന്ന് എഴുതി കഴിഞ്ഞപ്പോൾ 50 മാർക്ക് 100-ൽ 50 മാർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാക്കി. എന്താണ് ഇവരുടെയൊക്കെ തലക്കകത്തെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനത്തെ അധ്യാപകരും ഇങ്ങനത്തെ സർവകലാശാലകളുമാണ് ഇന്ത്യക്കുണ്ടാകാൻ പോകുന്നതെങ്കിൽ അത് ഇന്ത്യ എന്ന് പറയുന്നതായിട്ടുള്ള രാജ്യത്തിൻ്റെ സർവനാശത്തിലേക്കുള്ള സഞ്ചാരമായിട്ട് മാറിത്തീരുകയുള്ളൂ. അതിനിപ്പോൾ ആരും സഹായിച്ചിട്ടും കാര്യമില്ല, ആരും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടും കാര്യമില്ല. BJP സർക്കാർ
ഉത്തർപ്രദേശിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. BJP സർക്കാരിനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അവരും ഈ എന്താണ് ജയശ്രീറാം എന്ന് പറയുന്ന മുദ്രാവാക്യം കേട്ട് സ്തംഭിച്ച് നിന്നുപോയാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്ഥിതി എന്ന് പറയുന്ന അയ്യോ കഷ്ടം എന്ന് പറയേണ്ടി വരും. ഈ സംഭവത്തിൽ പക്ഷേ ഇപ്പോൾ നടപടിയെടുക്കാൻ രാജ്ഭവൻ വരെ ഇടപെട്ടിട്ടുണ്ട്. VC-ക്കൊക്കെ അവർ കത്തൊക്കെ നൽകിയിട്ടുണ്ട്. ഇതിൽ ഇപ്പം പുറത്തു വരുന്ന വിവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് അധ്യാപകർ പൈസ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാവാം ഈ ഒരു രീതിയിലുള്ള സമീപനം അവർ സ്വീകരിച്ചതെന്നാണ് പുറത്തു വരുന്നത്. അതെ, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്ന അടിസ്ഥാനപരമായി ഇത് അഴിമതിയാണ്. അതിൽ വിശ്വാസമൊന്നുമില്ല. അഴിമതിക്കാർ വിശ്വാസത്തെ ഉപയോഗിക്കുന്നു, ശ്രീരാമനെ ഉപയോഗിക്കുന്നു കച്ചവടം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമുക്ക് അറിയാം പല എന്താണ് ഈ നമ്മുടെ ഹോട്ടലുകൾ, അതിൻ്റെയൊക്കെ പേരെന്ന് പറഞ്ഞാൽ ദൈവങ്ങളുടെ പേരായിരിക്കും. മനസ്സിലായി? ആ ദൈവങ്ങളുടെ പേര് എന്തിനാണ് ഇടുന്നത് ചോദിച്ചാൽ അവർക്ക് ദൈവത്തിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിട്ട് വിശ്വാസം ഉണ്ടായിട്ടല്ല. അവർ കച്ചവടം ചെയ്യണം, കാശ് ഇടണം. ഇവിടെ അധ്യാപകർ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അധ്യാപകൻ എന്ന് പറയുന്നത് വലിയ കൊള്ളക്കാരനായി മാറി, എന്നിട്ട് വിദ്യാർത്ഥികളെ പിടിച്ചു പറിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന ഒരാളായി മാറുകയും അയാളുടെ ഔദ്യോഗികമായിട്ടുള്ള ചുമതലയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പണത്തിന് വിൽക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതിന് പണം എന്ന് പറയുന്നത് എല്ലാ തരത്തിലും എല്ലാവരെയും സ്വാധീനിക്കുകയും എല്ലാത്തിനെയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് മാറും. അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു BJP ഒരിക്കലും ഇതിനെ അംഗീകരിക്കാനായിട്ട് സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം ഇതിനെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നടത്താൻ അസാധ്യമാണ്. അതുകൊണ്ട് അവരെ ശക്തമായിട്ട് അതിനെ എതിർക്കാനുള്ള സാധ്യത. BJP ഗവൺമെൻറ്റും അതിനെ എതിർക്കും എന്നാണ് ഞാൻ കണക്കാക്കുക. BJP ഗവൺമെൻറ് എന്നല്ല, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഗവൺമെൻറ് ആയിക്കഴിഞ്ഞാലും ഇതിനൊക്കെ എതിർക്കേണ്ടതായിട്ട് വരും. കാരണം ഇതും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശ്വാസത്തെ എന്ത് ചെയ്യാണ് അഴിമതിക്കുള്ള ഒരു ഉപകരണമായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുകയാണ് ചെയ്തത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ജയ് ശ്രീരാമും വിരാട് കോഹ്ലി അടക്കമുള്ള പല ക്രിക്കറ്റ് താരങ്ങളുടെ പേരുമാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് അവന് ചിലപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയത്. അവന് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഈ അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാവും, നീ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മതിയടാ, നിനക്ക് ഞങ്ങൾ മാർഗ്ഗമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവനെ അറിയാവുന്ന സാധനം എന്ന് പറഞ്ഞാൽ ജയ് ശ്രീറാമാണ്, അല്ലെങ്കിൽ വിരാട് കോഹ്ലിയുടെ പേരാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിക്കറ്റ് താരത്തിൻ്റെ പേരാണ്. ഇതൊക്കെ എഴുതി വെച്ച് അവൻ പേപ്പറൊക്കെ നിറച്ചിട്ടുണ്ടായിരിക്കും. മാർക്കിടാൻ ഒരു സ്പേസ് കാണുമല്ലോ. അപ്പം അതിനോട് എന്തെങ്കിലും എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് എഴുതിയിട്ടുണ്ടായിരിക്കും. വേറെ പ്രത്യേകിച്ച് അതിനകത്തൊന്നുമില്ല. ഇതിലിപ്പോൾ ഈ മതം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ സമസ്ത മേഖലകളിലും പിടിമുറിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അല്ല, മതം ഇങ്ങനെയാണ് പിടിമുറുക്കുന്നതെങ്കിൽ മതം സമൂഹത്തെ വിഴുങ്ങുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നുവെച്ചാൽ സമൂഹം നിലനിൽക്കുന്നത് ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ജീവിതത്തെയും രാഷ്ട്രീയത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന ചില മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങളൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളതിൽ പലപ്പോഴും മത നേതാക്കൾക്ക് വലിയ പങ്ക് പല ഘട്ടങ്ങളിലും നമുക്ക് കണക്കാക്കാം. ഉദാഹരണത്തിന് വിവേകാനന്ദൻ നമുക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള മൂല്യങ്ങളെന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള മൂല്യങ്ങളാണ്. അത്തരം മൂല്യങ്ങളൊക്കെ അവർ സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മൂല്യരഹിതരായിട്ടുള്ള മനുഷ്യർ, ജീർണിച്ച മനുഷ്യർ, കൊള്ളക്കാരുടെ മനസ്സുള്ളവർ, അഴിമതിക്കാർ, അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെല്ലാത്തിനെയും അവർക്ക് വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാരോ അതേപോലെ തന്നെ സാമുദായിക നേതാക്കളോ തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ പേരിൽ സാമുദായിക നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ ഈ കൊള്ളക്കാർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ മതം എല്ലാ മേഖലകളിലേക്കും പടർന്നിറങ്ങി എല്ലാത്തിനെയും ഈ രീതിയിലാണ് വിഴുങ്ങുന്നതെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ് വിഴുങ്ങാൻ പോകുന്നത്. അത് വളരെ അപകടകരമാണ്. ആ തിരിച്ചറിവ് സമൂഹത്തിനുണ്ടെങ്കിൽ മാത്രമാണ് സമൂഹത്തിന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇവിടെ ഇപ്പം പ്രധാനമായിട്ടും അധ്യാപകർ അഴിമതി കാട്ടിയെന്ന് എന്നാണ് നമുക്കിപ്പം പ്രാഥമികമായിട്ട് കിട്ടുന്നൊരു വിവരം. നമ്മുടെ നാട്ടിൽ അധ്യാപകരുടെയൊക്കെ മൂല്യങ്ങൾ നശിച്ചു പോകുന്നൊരവസ്ഥയാണ്. പക്ഷേ നമ്മുടെ ഒരു ഈ ഒരു ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഈ ഗുരുക്കന്മാർക്ക് വലിയൊരു സ്ഥാനം കൊടുക്കുന്നൊരു പാരമ്പര്യമുള്ളൊരു നാടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഗുരുക്കന്മാർ അവരുടെ ഒരു നിലവാരം പുലർത്തുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? അല്ല, പാരമ്പര്യം നമുക്ക് പറഞ്ഞ് ആഘോഷിക്കാനുള്ള ഒരു സാധനം മാത്രമായി മാറിത്തീരുമ്പോൾ സംഭവിക്കുന്ന ദുരന്തമാണ്. പാരമ്പര്യം എന്ന് പറയുന്ന ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അത് കഴിഞ്ഞ തലമുറയിൽ എങ്ങനെയാണോ വളർന്നതും വികസിച്ചത് അതിനേക്കാൾ സുന്ദരവും മനോഹരമായിട്ടുള്ള രീതിയിൽ അതിനെ വളർത്തി വികസിപ്പിക്കാൻ കഴിയുകയും ചെയ്ത സമയത്താണ് നമുക്ക് ഈ പാരമ്പര്യത്തിൻ്റെ പേരിൽ അഭിമാനിക്കാനായിട്ട് കഴിയും. ഇതിന് ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഗുരു, ഒരു മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്നതായിട്ടുള്ള മഹാത്ഭുതമാണ്. അതാണ് ശരിക്കും നമ്മൾ പാരമ്പര്യത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം. പക്ഷേ അതിന് പകരം ഇന്നത്തെ അധ്യാപകർ എന്ന് പറഞ്ഞതിൻ്റെ ഇടയിൽ
ഒട്ടുസൂത്രക്കാർ, മുട്ടുശാന്തിക്കാരൊക്കെയാണ്. താൽക്കാലികമായിട്ട് ഒരു പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണാം എന്ന് മാത്രമാണ് അവർ പരിശോധിക്കുന്നത്. അത് മാത്രമല്ല, അവരുടെ ആത്മാർത്ഥത എന്ന് പറയുന്നത് അധ്യാപനത്തിനോടല്ലാതായിത്തീരും. പണം വേണം എന്നുള്ളതാണല്ലോ അവർ പറയുന്നത്. പണമുള്ളവർക്ക് ആവശ്യം, പണത്തിന് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവൻ്റെ പ്രവർത്തനത്തെ നമുക്കൊരു അധ്യാപകൻ്റെ പ്രവൃത്തിയായിട്ട് പരിഗണിക്കാനായിട്ട് കഴിയില്ല. അതും ഈ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആരധ്യാപകനാകണം, ആരധ്യാപകരാകരുത് എന്ന് നമ്മുടെ സമൂഹം വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തേണ്ടതൊരാവശ്യമാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ പറയാൻ തോന്നുന്നൊരു മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ ഈ +2-ൻ്റെയൊക്കെ റിസൾട്ട് വന്നു. 7ഓളം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്തത്. അവർക്ക് വേണ്ട രീതിയിലുള്ള മാർക്ക് കിട്ടിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൂടി വിദ്യാർത്ഥികൾ കടന്നു പോകുന്നുണ്ട്. അല്ല, എനിക്ക് അതുകൊണ്ടാണ് ഈ പണം കൊടുത്തിട്ട് ഇവർക്ക് ഇപ്പോൾ ഈ ജയ് ശ്രീരാമൊക്കെ എഴുതി പാസ്സാവേണ്ടി വന്നത്. കാരണം തോൽവിയെ അംഗീകരിക്കാൻ, അല്ലെങ്കിൽ തോൽവി എന്ന് പറയുന്ന ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പലർക്കും സാധിക്കുന്നില്ല. പലരും ആത്മഹത്യ ചെയ്യുന്നു. ആ വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അല്ല, അത് ഈ സ്ട്രെസ് ഫാക്ടറി ആയിട്ട് പലപ്പോഴും നമ്മുടെ കോച്ചിങ് സെൻ്ററുകളൊക്കെ മാറാറ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് ഈ കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത്, രാജസ്ഥാനിലെ കോട്ടയിൽ പല കുട്ടികളും പഠിക്കാൻ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ വരുന്നതിൻ്റെ കാരണം അതാണ്. കാരണം എന്ന് വെച്ചാൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മാർക്കുണ്ട്, ആ മാർക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് പറ്റാതെ വരും. അത് വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലുണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ ഡിസ്ട്രക്ഷനാണ്. ശരിക്കും മനഃശാസ്ത്രപരമായിട്ട് ഇവർ തകർന്ന് തരിപ്പണമാകുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്നത്. അത് നമ്മളുടെ ഈ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മത്സര മേഖലയുണ്ടല്ലോ, അവിടെ സംഭവിക്കുന്ന ദുരന്തമാണ്. അതും പക്ഷേ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അഴിമതിയുമായിട്ട് യാതൊരു ബന്ധമില്ല. അവനൊരു സാധനവും പഠിക്കാണ്ട് നടന്നിട്ട് വെറുതെ ജയ ശ്രീറാം എന്നെഴുതി പരീക്ഷ പാസ്സാകേണ്ടി ചെയ്യുന്നു, പണം പൊതിഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഫലമായി. അപ്പോൾ അവന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്താണ്, പണം കൊടുത്താൽ ഈ ഡിഗ്രിയിൽ ഏത് ഡിഗ്രിയും കിട്ടും എന്നുള്ളതാണ്. അവനൊരു കച്ചവടക്കാരാണ്, കച്ചവടക്കാരൻ്റെ സന്തതിയാണ്. അവനെ നമുക്കൊരു വിദ്യാർത്ഥിയായിട്ട് പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക്. സ്ട്രെസ് ഫാക്ടറിയിൽ പോയിട്ട് ആത്മഹത്യയ്ക്ക് വിധേയമാകുന്ന കുട്ടികളുടെ കാര്യം വേറൊരു ലെവലാണ്. കാരണം വളരെ സങ്കീർണമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. ആ സങ്കീർണമായിട്ടുള്ള മത്സരത്തിൽ യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാനും തൻ്റെ കഴിവുകളെ തിരിച്ചറിയാനും കഴിഞ്ഞാൽ വിദ്യാർത്ഥിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല. ഇത് അവൻ തന്നെ കരുതുക, അവനല്ല, അവൻ്റെ അച്ഛനും അമ്മയാണ് അതിൽ പ്രതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അച്ഛനും അമ്മയും സമ്പ്രദായം കുറ്റക്കാരല്ലേ? അല്ല, വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളിങ്ങനെ പലതുമായിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ പോലും ഈ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു കേസ് എന്ന് പറയുന്നതിന് ഒരു കാലത്തും ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ IAS എക്സാമിനേഷൻ, അങ്ങനത്തെ എക്സാം നടത്തിയിട്ടില്ലേ നമുക്ക് ആളുകളെ തിരഞ്ഞെടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ നമ്മൾ മരക്കുതിരകൾ ഇരുത്തി യാത്ര ചെയ്യിപ്പിക്കുന്നതാണ് അപകടം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെന്ത് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി മാത്രമേ അവനെ പഠിക്കാൻ വിടാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്നൊരു കുഴി കുത്താനായിട്ട് കഴിവുള്ളവന് കുഴി കുത്താൻ വിടുക എന്നുള്ളതാണ്. അതല്ലാതെ കുഴി കുത്താൻ പറ്റാത്തൊരുത്തിന് അതിന് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴി പോലും അവന് കുത്താനായിട്ട് പറ്റില്ല. അവിടെയും അവൻ്റെ ഭയങ്കര സ്ട്രെസ് അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും എന്ത് കഴിവാണുള്ളത്. ചിലവർക്ക് ചിലപ്പോൾ സയൻസിൽ നല്ല കഴിവുണ്ടായിരിക്കും, ചിലർക്ക് ഹ്യൂമാനിറ്റീസിലായിരിക്കും, ചിലർക്ക് ബിസിനസ് ആസ്പെക്റ്റുകൾ, അക്കൗണ്ടൻസി അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ആയിരിക്കും. ചിലർക്ക് പഠിക്കാൻ തന്നെ താല്പര്യം ഉണ്ടാകും. അപ്പോൾ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ പഠിക്കാനായിട്ട് നിർബന്ധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ ഇലക്ട്രോണിക്സിലേക്ക് വലിയ താല്പര്യമുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ താല്പര്യമുള്ള ഒരാളായിരിക്കും. അയാൾ അത്തരം മേഖലകളിൽ കടത്തിവിടുക എന്നുള്ളതാണ്. ഒരാളുടെ കഴിവെന്താണോ നോക്കി അവിടെ അവനെ വളരാനും വികസിക്കാനും അനുവദിച്ചാൽ ഈ ആത്മഹത്യകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള പ്രത്യാശകളും പ്രതീക്ഷകളും ഒരിക്കലും അച്ഛനമ്മമാർ പുലർത്താൻ പാടില്ല. തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് എല്ലാവരും കരുതും. പക്ഷേ തൻ്റെ മകൻ ഏറ്റവും പ്രഗത്ഭനാണ്, അവന് ഡോക്ടറാവാനായിട്ട് കഴിയും, എൻജിനീയർ ആവാൻ കഴിയും, IAS ഓഫീസർ ആവാൻ കഴിയും എന്ന് അവർ മനക്കോട്ട കെട്ടാൻ പാടില്ല എന്നുള്ളതാണ്. അവരെന്താണ് എന്ന് മനസ്സിലാക്കുക, അവരുടെ കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കുക. ആ കഴിവനുസരിച്ച് അവരെ പഠിക്കാനായിട്ട് വിടുകയാണെന്ന് വെച്ചാൽ ഈ സ്ട്രെസ് ഫാക്ടറികൾ ഉണ്ടാവുകയില്ല, ആത്മഹത്യകളും ഉണ്ടാകില്ല. എന്തായാലും മതം വല്ലാത്ത രീതിയിൽ നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തെ മുഴുവൻ വിഴുങ്ങുന്നൊരു സാഹചര്യം ഇല്ലാതെ ഇരിക്കട്ടെ ഭാവിയിൽ. അല്ല, മതം അങ്ങനെ കയറി വിഴുങ്ങുന്നത്, മതത്തിന് മതത്തിൻ്റെതായിട്ടുള്ള ചില ആസ്പെക്റ്റുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്, അതിന് പകരം പ്രസക്തിയുണ്ട്. അതെ, അത് മാത്രമാണ്, അത് തിരിച്ചറിയാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് എല്ലാത്തിനും മതത്തിൻ്റെ മാന്ത്രിക കോലുകൊണ്ട് അളക്കാനും അതുകൊണ്ട് എല്ലാം നേടിയെടുക്കാൻ കഴിയും എന്ന് കരുതുന്നത് തെറ്റാണ്. ആ തെറ്റിൽ നിന്നാണ് ഈ ജയശ്രീറാം എന്ന് മാത്രം എഴുതിയാൽ പരീക്ഷയിൽ 50% മാർക്ക് കിട്ടും എന്നുള്ള വിശ്വാസത്തിലേക്ക് കുട്ടികളും
അധ്യാപകരും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോകാൻ പാടില്ല. എന്തായാലും സർക്കാർ കൃത്യമായ നടപടി ഇതിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ നടപടി സ്വീകരിക്കണം. അങ്ങനെ നടപടി സ്വീകരിക്കുമ്പോൾ സർക്കാരിനെ നമ്മൾ ശ്ലാഘിക്കുകയും ചെയ്യണം.